നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കാൽപന്ത് കളിയിൽ ഇതിഹാസം തീർത്ത ആ 10-ാം നമ്പർ ജേഴ്സിക്കാരൻ നമ്മുടെ പ്രിയപ്പെട്ട ഡീഗോ മറഡോണ പ്രവാസ ലോകത്തിനും പ്രിയപ്പെട്ടവൻ തന്നെയായിരുന്നു. ദുബായിയും യുഎയും പ്രണയിച്ച താരമായിരുന്നു ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മറഡോണ. പരിശീലക വേഷത്തിൽ ഏറെ നാൾ ചിലവഴിച്ച യുഎയെ കുറിച്ച് മാന്ത്രിക താരം 2013 പറഞ്ഞത് ഇങ്ങനെയാണ്: ഇവിടെ നിന്ന് ഒത്തിരി ദൂരെയായിരിക്കും എൻ്റെ നാട്. എന്നെ വിശ്വസിക്കൂ, ദുബായിലെത്തിയ ശേഷം ഇതെന്റെ രണ്ടാം വീടായാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അത്രമാത്രം ദുബായിയും യുഎയും തന്റെ ഹൃദയത്തോട് ചേർത്തു പിടിച്ച ദൈവത്തിന്റെ കൈകൾ. 10-ാം നമ്പർ ജേഴ്സിയെ ലോക പ്രശസ്തമാക്കിയ ഗോൾഡൻ ബോയെ സ്വന്തമാക്കാൻ ലോകരാജ്യങ്ങൾ അദ്ദേഹത്തിന് ചുറ്റും വട്ടമിട്ട് പറന്ന നാളുകളിലായിരുന്നു 2011 മറഡോണ യുഎയിലേക്ക് എത്തിയത്. അറേബ്യൻ ഗൾഫ് ലീഗിൽ കളിക്കുന്ന അൽവാസൽ ക്ലബിന്റെ പരിശീലകനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ബ്രഹ്മാണ്ഡ വരവ്. ഉത്തുമേത്തയിലെ സബീൽ സ്റ്റേഡിയത്തിൽ അദ്ദേഹം കാലെടുത്തു വെച്ച നിമിഷം ദുബായിയുടെയും യുഎയുടെയും ഹൃദയത്തിലേക്ക് കൂടി അദ്ദേഹം ചേക്കേറുകയായിരുന്നു. പിന്നീട് യുഎ ആകെ ഒരു വികാരമായി പടർന്നു കയറുകയായിരുന്നു മറഡോണ എന്ന സ്നേഹതാരം. രാജ്യത്തിന്റെ കായിക രംഗത്ത്, പ്രത്യേകിച്ച് ഫുട്ബോളിൽ മുമ്പെങ്ങുമില്ലാത്ത വിധമുള്ള പുത്തൻ ഉണർവ് സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലൂടെ സാധ്യമായി. അദ്ദേഹത്തിന്റെ വാക്കും നോക്കുമെല്ലാം രാജ്യത്തെ പ്രധാന ചർച്ചാ വിഷയമായി. അതോടെ ആരായാലും ശ്രദ്ധിക്കപ്പെടാതിരുന്ന അറേബ്യൻ ഗൾഫ് ലീഗ് മത്സരത്തെ ലോക ശ്രദ്ധയിലേക്ക് ഉയർന്നു. രാജ്യത്തിന്റെ കായിക സ്വപ്നങ്ങൾക്ക് പുതിയ ചിറകുകൾ സമ്മാനിച്ച മാന്ത്രിക താരത്തെ വേണ്ടുവോളം കൊണ്ടാടാനും രാജ്യം മറന്നില്ല. അദ്ദേഹത്തെ ദുബായിയുടെ ഓണറ്റി സ്പോർട്സ് അംബാസഡറായി 2012 ദുബായ് സ്പോർട്സ് കൗൺസിൽ പ്രഖ്യാപിച്ചു. 2013 അൽവാസൽ ക്ലബ്ബുമായി താരം കരാർ പുതുക്കി. പിന്നീട് 2018 മറഡോണ വീണ്ടും തന്റെ രണ്ടാം വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. ഫുജേറെ ഫസ്റ്റ് ഡിവിഷൻ ടീമിന്റെ പരിശീലകനായിട്ടായിരുന്നു ഇത്തവണത്തെ വരവ്. ലോക താരത്തിന്റെ വിയോഗത്തിൽ ലോകമെമ്പാടുമുള്ള ആരാധകരോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുകയാണ് യുഎയും. കാലഘട്ടത്തിന്റെ ഇതിഹാസമായി വളർന്ന താരത്തിന്റെ ഓർമ്മകളിലാണ് നാടും നഗരവും. ഫുട്ബോളിനൊപ്പം ഒത്തിരി സ്നേഹവും ആരാധകരുടെ ഹൃദയത്തിലേക്ക് അടിച്ചുകയറ്റിയ ലോക പൗരനോട് യുഎയും പറയുന്നു: അഡിയോസ് ഡീഗോ അരമാൻഡോ മറഡോണ. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.